സോ ഫസ്റ്റ് എന്തായിരുന്നു നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആയിരുന്നു. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദീസ് ആർ ദ ബേസിക് നീഡ്സ് ഫോർ സർവൈവൽ സച്ച് എസ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആൻഡ് സ്ലീപ്പ്. ഇതാണ് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്. അപ്പം എഡ്യൂക്കേഷനിൽ നമ്മൾക്ക് ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, ഒരു കുട്ടി മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ, ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് മോട്ടിവേഷൻ തോന്നണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് അഡ്രസ് ചെയ്യണം? ആ കുട്ടിയുടെ ഫിസിയോളജിക്കൽ നീഡ്സ് അഡ്രസ് ചെയ്യണം. ഓക്കെ, ആ ഫിസിയോളജിക്കൽ നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യൽ ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് അഡ്രസ് ചെയ്യണം. അപ്പൊ ഈ ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയുടെ നീഡ്സിനെ അഡ്രസ് ചെയ്യണം. ആ കുട്ടി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ഫിസിയോളജിക്കൽ നീഡ്സ് അഡ്രസ് ചെയ്യാതെ വിശന്നിരിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പം ആദ്യം അതാ ഈ പറഞ്ഞതിന്റെ ഫുള്ള് ഭാഗം മൊത്തം നമ്മൾ പറയുന്ന ഇതാണ്. അതായത് ഈ ഒരു ലെവൽ ഓഫ് നീഡ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കുട്ടിയുടെ നമ്മൾ മോട്ടിവേഷൻസ് മനസ്സിലാക്കാനും ലേണിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും. കാരണം കുട്ടി എന്തിനാണ് മോട്ടിവേറ്റഡ്? വിശന്നിരിക്കുന്ന ഒരു കുട്ടി ആദ്യം ആഗ്രഹിക്കുന്നത് ഭക്ഷണം കഴിക്കാനാണ്, പഠിക്കാനല്ല. അപ്പൊ ആ കുട്ടിക്ക് മോട്ടിവേഷൻ ഉണ്ടോ പഠിക്കാൻ? ഇല്ല. ആ കുട്ടിക്ക് എന്തിനേ ഉള്ളൂ? ഭക്ഷണം എവിടെയെന്നുള്ളൊരു ആ ഒരു ചിന്തയെ മനസ്സിൽ കാണുള്ളൂ. അപ്പൊ നമ്മൾ ആ ഫിസിയോളജിക്കൽ നീഡ് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാലോ, എന്നാൽ നെക്സ്റ്റ് ലെവലിൽ ആ കുട്ടി പഠിച്ചെന്ന് വരാം. അപ്പം അത് എഡ്യൂക്കേഷണൽ ആയിട്ട് നമുക്ക് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ ഫിസിയോളജിക്കൽ നീഡ്സ് എങ്ങനെ അഡ്രസ് ചെയ്യാം നമുക്ക് എഡ്യൂക്കേഷണൽ ഇതില് കോണ്ടെക്സ്റ്റില്? ഒന്നാമത്, ensuring basic comfort. In an educational setting, student must have their basic physiological needs met to focus on learning. ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പഠിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്താണ്? സ്കൂൾസ് ഷുഡ് പ്രൊവൈഡ് ആക്സസ് ടു ഫുഡ്. അതായത് സ്കൂൾ മീൽസ് എല്ലാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് വേണം? പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് കംഫർട്ട് ക്ലാസ് റൂം എൻവയോൺമെന്റ്. അറ്റ്ലീസ്റ്റ് ആ കുട്ടി കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്കിലും നമ്മുടെ ടീച്ചേഴ്സ് എന്ത് വേണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ സ്കൂൾ ഷുഡ് പ്രൊവൈഡ് എന്തൊക്കെ? ഫുഡ്, പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് കംഫർട്ടബിൾ ക്ലാസ് റൂം. പിന്നെ എന്ത് വേണം? പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് ആൻഡ് ബ്രേക്ക്. അതും സ്ലീപ്പ് എല്ലാം എന്തിൽ വരുന്നതാണ്? ബേസിക് ഫിസിയോളജിക്കൽ നീഡിൽ വരുന്നതാണ്. അപ്പം റെസ്റ്റ് ആൻഡ് ബ്രേക്സ് ഷുഡ് ബി ദെയർ. അഡിക്വേറ്റ് ടൈം ഫോർ ബ്രേക്സ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് ക്രൂഷ്യൽ ഫോർ ദ സ്റ്റുഡൻറ് ടു സ്റ്റേ അലേർട്ട് ആൻഡ് ഫോക്കസ്. അപ്പം ഇതാണ് ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്സ്. സെക്കൻഡ് വരുന്നത് സേഫ്റ്റി നീഡ്സ് ആണ്. സേഫ്റ്റി നീഡ്സ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? These include physical and emotional safety such as security, stability and protection from harm. അപ്പോൾ സേഫ്റ്റി നീഡ്സ് പറയുന്നത് എന്താണ്? ഫിസിക്കലും ഇമോഷണലും ആയിട്ടുള്ളൊരു സേഫ് ഫീൽ ചെയ്യണം, അതായത് സേഫ്റ്റി, ഒരു സേഫ് എൻവയോൺമെന്റ് ഫീൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നമുക്ക് ഇതെങ്ങനെ ആഡ് ചെയ്യാം? ഒന്ന്, നമ്മുടെ ലേണിംഗ് എൻവയോൺമെന്റ് എന്തായിരിക്കണം? സേഫ് ആയിരിക്കണം. സ്കൂൾസ് മസ്റ്റ് പ്രൊവൈഡ് എ ഫിസിക്കലി സേഫ് എൻവയോൺമെന്റ് വിത്ത് സെക്യൂർ ബിൽഡിംഗ്സ്, സേഫ്റ്റി പോളിസീസ് ആൻഡ് ആന്റി ബുള്ളിയിങ് പ്രോഗ്രാംസ്. റാഗിങ് പ്രോഗ്രാംസിനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്? നമ്മുടെ സ്കൂൾ ഒരു സേഫ് എൻവയോൺമെന്റ് ആണെന്ന് കുട്ടിക്ക് ഫീൽ ചെയ്യണം. രണ്ടാമത് എന്താണ്? ഇമോഷണൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെ? A supportive atmosphere where student feels free from anxiety, bullying and excessive pressure is essential for learning. അതായത് നമ്മളൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പഠിക്കാൻ പറ്റുള്ളൂ. കുട്ടിക്ക് വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേടിയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രഷറാണ്, കുട്ടി സ്ട്രെസ്സിലാണ്, അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇമോഷണലിയും ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്രസ് ചെയ്യണം, അല്ലേ? ആ കുട്ടിയുടെ ഇമോഷണൽ സ്റ്റേറ്റിനെയും നമ്മൾ അഡ്രസ് ചെയ്യണം. മൂന്നാമത് എന്താണ്? അതിൽ തന്നെ പറയുന്നതാണ് എഡ്യൂക്കേറ്റേഴ്സ് ഷുഡ് എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്. അതായത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് ആ കുട്ടിയുടെ ആ കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ആ കുട്ടിക്ക് ഇമോഷണൽ ആയിട്ടും ഒരു സപ്പോർട്ട് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾ എന്താണ്? കൂടുതലായിട്ട് പഠിക്കാനായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ എന്താണ് അടുത്ത പറയുന്നത്? കൺസിസ്റ്റൻസി. ഹാവിംഗ് കൺസിസ്റ്റന്റ് റുട്ടീൻസ് ആൻഡ് ക്ലിയർ എക്സ്പെക്ടേഷൻസ് ഹെൽപ്സ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദ ക്ലാസ് റൂം. അതായത് പെട്ടെന്ന് എവിടുന്നും അല്ലാതെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? കുട്ടിക്കൊരു എന്താ പറയുക, ആൻസൈറ്റിയാണ് കൂടുതൽ വരുന്നത്, അല്ലേ? എന്നാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റുട്ടീൻസ് ഫോളോ ചെയ്യാണ്, നമുക്കറിയാം, ആ കുട്ടിക്ക് അറിയാം കുട്ടിയിൽ നിന്ന് ടീച്ചർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്? കുട്ടിയും കുറച്ചുകൂടെ എന്താണ്? സെറ്റിൽഡ് ആയിരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ. ആ ഒരു സെക്യൂർ ഫീലിംഗ് വരും കുട്ടിക്ക്. സോ നമുക്ക് സേഫ്റ്റി നീഡ്സ് എങ്ങനെ അഡ്രസ് ചെയ്യാം? ഒന്നാമത്, നമുക്കൊരു സേഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഇമോഷണലി അഡ്രസ് ചെയ്യാം, ഇമോഷണൽ സേഫ്റ്റി നമുക്ക് കൊടുക്കണം. മൂന്നാമത് എന്താണ്? കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് നീഡ് എന്താണ്? നമ്മുടെ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്. ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? These needs focus on social relationships, including the desire for friendship, affection, and sense of belonging to the group. അതായത് ബേസിക്കലി ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഷ്യൽ റെക്കഗ്നീഷൻ, ഒരു റിലേഷൻഷിപ്പിനായിട്ടുള്ള ഒരു നീഡാണ് നമ്മുടെ,
അല്ലേ? അപ്പൊ ഇത് നമ്മൾ ക്ലാസ് റൂമിൽ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം? ഫസ്റ്റ് വൺ, ഫോസ്റ്ററിങ് പോസിറ്റീവ് റിലേഷൻഷിപ്സ്. എന്താണ്? സ്കൂൾ ഷുഡ് പ്രൊമോട്ട് സ്ട്രോങ് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്സ് ആൻഡ് എൻകറേജ് സ്റ്റുഡൻറ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. അതായത് എന്താണ്? സ്കൂളിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പ് വേണം. ഇങ്ങനെ ആണെങ്കിൽ അതേപോലെ തന്നെ എന്ത് വേണം? ടീം വർക്കിനും കൊളാബറേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ എന്താണ്? ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യണമെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടേതെന്ന് ഫീൽ ചെയ്യണം അല്ലേ? അങ്ങനെയൊക്കെ ഇല്ലേ? നമുക്ക് നമ്മുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ നമുക്കൊരു ടീച്ചർ ഉണ്ടെന്ന് വെച്ചോ, നമുക്ക് വളരെ സന്തോഷമല്ലേ? നമ്മുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം വീട്ടിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യം ഷെയർ ചെയ്യാൻ നമുക്ക് സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ കുട്ടി ഇമോഷണലി എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആരെങ്കിലും ഉണ്ടെന്നൊരു ഫീലിംഗ് അല്ലെ? ആ കുട്ടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ കുറിച്ച് കൺസേൺഡ് ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ടും ആവാം അല്ലെ? ഒരു ടീച്ചറോ ഒരു ഫ്രണ്ടോ ആവുമ്പോൾ എന്താണ്? ആ കുട്ടിയുടെ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് ആണ് നമ്മൾ അവിടെ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്നാ പറയുന്നത്? ഒന്ന്, സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിരിക്കണം. രണ്ടാമത്, ടീം വർക്ക്സ്. സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെ എന്ത് വേണം? ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ടീം വർക്ക്സ് കൊടുക്കണം, ഗ്രൂപ്പ് പ്രോജക്ട്സ് കൊടുക്കണം, സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തായി? അങ്ങനെ നമുക്ക് എന്താ പറയാ, നമുക്ക് പറ്റുന്ന ഫ്രണ്ട്സിനെ ആ ഒരു സർക്കിളിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റുഡന്റ് എന്ത് ഫീൽ ചെയ്യും? ഈ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. പിന്നെ എന്താണ്? ഇൻക്ലൂസീവ് എൻവയോൺമെന്റ്. ഇൻക്ലൂസീവ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? Ensuring that all students feel accepted and valued regardless of background or ability is critical for addressing the need. അപ്പം ഈ ഇൻക്ലൂസീവ് എൻവയോൺമെന്റ് പറയുന്നത് ഏതൊരു കുട്ടിയാണെങ്കിലും, ഇപ്പം വലിയ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയും അല്ലെങ്കിൽ ഇച്ചിരി പാവപ്പെട്ട കുട്ടിയും ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. അല്ലാതെ ഒരു കുട്ടിക്ക് മാത്രം, അല്ലാതെ ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് മാത്രം ഈ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നത് ശരിയാണോ? അല്ല. നമ്മൾ എല്ലാവരെയും എന്ത് ചെയ്യണം? എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു കാര്യമൊക്കെ എന്ത് ചെയ്യണം? ഫീൽ ചെയ്യണം, ആക്സെപ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ ആ കുട്ടിക്കും ഒരു വിലയുണ്ട്, ഞാൻ പറയുന്നത് ആൾക്കാർ കേൾക്കുന്നുണ്ട്, എനിക്കും ഷെയർ ചെയ്യാൻ ആളുണ്ട്. മീൻസ് അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രിയേറ്റ് ചെയ്യേണ്ടത്.